ക്രിസ്മസ് ഓഫർ ആണല്ലേ? യെസ്. 75,000 രൂപ മുതൽ 21 ലക്ഷം രൂപയുടെ വണ്ടി വരെ ക്രിസ്മസ് ഓഫർ ആയിട്ട് ഇവിടെ നിറച്ച് കുത്തി അടച്ചിട്ടുണ്ട് അല്ലേ? കൂടാതെ ഫുൾ ടാങ്ക് ഫ്യൂവലും, അതിപ്പോ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ, അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ. വണ്ടി നീറ്റ് വണ്ടിയാണ്. എന്തായാലും മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. അത് ഗ്യാരണ്ടി നമുക്ക് എല്ലാ വണ്ടികളിലും പറയാം. വരുന്നത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ ഇതേ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2014 സെക്കൻഡ് ഓണർ, 52,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. 52,000 ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇന്നത്തെ വീഡിയോയിൽ കുറെ ലോ കിലോമീറ്റർ വണ്ടി ഉണ്ട്. ഇത് ഏകദേശം ഫുൾ ഓണിൽ തന്നെ പോകുന്ന വണ്ടിയാണ്. 4 ലക്ഷം രൂപ ലോൺ കിട്ടുന്നതാണ്. പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വാഗണർ വരുമ്പോൾ 2018 ഓട്ടോമാറ്റിക് ആണ്. 4 കടുപ്പത്തിന്റെ റയർ ആണ്. ഓട്ടോമാറ്റിക് വണ്ടി മാരുതിയുടെ വണ്ടി അന്വേഷിക്കുന്ന അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ ഓൾ കേരള നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഡെലിവറിയും അവൈലബിൾ ആണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഞാനിപ്പോൾ ഉള്ളത് എസ് എ കാസിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിലാണ് ലൊക്കേഷൻ വരുന്നത്. എസ് എ കാറിന് 2 ഷോറൂം ഉണ്ട്. രണ്ടും എറണാകുളം ജില്ലയിൽ കളമശ്ശേരി തന്നെയാണ് വരുന്നത്. ഒന്ന് കൈപ്പടമുകളിലും ഒന്ന് മെട്രോപിൽ നമ്പർ 257 നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കട വരുന്നത്. നമ്മുടെ അഫ്സലിക്ക ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ക്രിസ്മസ് ഓഫർ ആണല്ലേ? യെസ്. 75,000 രൂപ മുതൽ 21 ലക്ഷം രൂപയുടെ വണ്ടി വരെ ക്രിസ്മസ് ഓഫർ ആയിട്ട് ഇവിടെ നിറച്ച് കുത്തി അടച്ചിട്ടുണ്ട് അല്ലേ? കൂടാതെ ഫുൾ ടാങ്ക് ഫ്യൂവലും, അതിപ്പോൾ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ, അത് നമ്മൾ തരുന്നതായിരിക്കും എല്ലാ വണ്ടിയുടെയും കൂടെ. ഓഫറാണ്. ഓഫർ തീരുന്നതിന് മുമ്പ് എന്നൊരു ഓഫർ കൊടുക്കാം. ഇയർ എൻഡ് ഓഫർ ഡിസംബർ 31 വരെയാണ്. അപ്പോൾ അതിന് മുമ്പ് വന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈ ഓഫറൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ? തീർച്ചയായും. അങ്ങനെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന വണ്ടി 2009 മോഡൽ ആൾട്ടോ LXi. ഓക്കെ. ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിന് നടക്കുന്ന 29 വരെയും പേപ്പറുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ 54,000 കിലോമീറ്ററിൽ ജെനുവിൻ കിലോമീറ്ററിൽ നിൽക്കുന്ന വണ്ടി. വെറും 54,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ LXi. അത് 2009 ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണല്ലേ? നമുക്ക് ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നുള്ളത് എന്താ പറയാ, 1,10,000 രൂപ. 1,10,000 ഇതിന് പറയുന്ന വില കേട്ടോ. റെഡി ക്യാഷിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാവുന്നതാണ്. ഇതിന് ഫുൾ ടാങ്ക് ഫ്യൂൽ പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ കിടക്കുന്ന സ്റ്റോക്കിൽ എല്ലാത്തിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 31 തീയതി വരെയും വെച്ചോ. 1 തീയതി വരെ ന്യൂ ഇയർ ഓഫർ അല്ലേ? 1 തീയതി വരെ ഉള്ളത് കൊടുക്കാം. അപ്പോൾ 1 തീയതി വരെ നിങ്ങൾക്ക് വണ്ടി മേടിക്കാം. 1 തീയതി വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോരും അല്ലേ? ഇതൊക്കെ ചിലപ്പോൾ ആൾക്കാർ കൊണ്ടുപോകാൻ സാധ്യതയുള്ള വണ്ടിയാണ്, കുറഞ്ഞ വിലയുടെ വണ്ടിയല്ലേ. അടുത്ത വണ്ടി ടാറ്റയുടെ ടിഗോർ ആണ്. 2017 മോഡൽ XM വേരിയന്റ്, സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് 1,08,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടി. അലോയ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ. വണ്ടി നീറ്റ് വണ്ടിയാണ്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. നമുക്ക് മാനുവൽ 2.85 ലാക്സിന് വണ്ടി കൊടുക്കാം. അതിനകത്ത് ഏകദേശം 2.75 ലാക്സും നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോൺ കയറുന്നുണ്ട്. നിങ്ങൾക്ക് സിബിൽ സ്കോർ 700-750 സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതാത് വണ്ടികൾ പറയുന്നില്ല. എന്തായാലും മേജർ ആക്സിഡന്റ് ഉണ്ടാവില്ല, ഫ്ലഡ് ഉണ്ടാവില്ല, കിലോമീറ്റർ ജെനുവിൻ ആയിരിക്കും. അത് ഗ്യാരണ്ടി നമുക്ക് എല്ലാ വണ്ടികളിലും പറയാം. പിന്നെ എന്തെങ്കിലും 1-2 റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തന്നേക്കാം. അടുത്ത വണ്ടി ടാറ്റയുടെ തന്നെ ടിയാഗോ 2017 മോഡൽ XZ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അന്ന് അലോയ് ഇല്ലാത്ത മോഡലായിരുന്നു ഫുൾ ഓപ്ഷനിൽ വരുന്നത്. സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടി. പെട്രോൾ മാനുവൽ. ഇത് നമുക്ക് 3.10 ഫൈനൽ കൊടുക്കാം. അതായത് 3 ലക്ഷം രൂപയിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറിയ 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. ട്രാക്ക് ഓക്കെ ആണെങ്കിൽ ഫുള്ളും കയറാൻ ചാൻസ് ഉണ്ട്. നമുക്ക് 700 മേലെ 750 വരെ സിവിൽ സ്കോർ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ 2013-14 മോഡലിന് മേളിലോട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ഒരു 3 ഇയേഴ്സ് 4 ഇയേഴ്സ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു 3-4 വർഷത്തേക്ക് ചെയ്യാം. 4 വർഷം ടോട്ടലി 15 ഇയേഴ്സ് ആണ് നമുക്ക് ടെന്യൂർ വരുന്നത്. അപ്പൊ അതിന്റെ അതനുസരിച്ചിട്ട് മോഡൽ അനുസരിച്ചാണ്. ഇപ്പൊ 2013 ആണെങ്കിൽ നമുക്ക് 2 ഇയേഴ്സ് മാക്സിമം കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഇയർ മാറുന്ന അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പൊ അത് മാത്രമാണ് നമുക്ക് മോഡൽ കൂടിയ വണ്ടികളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ടെന്യൂർ കിട്ടുന്നതായിരിക്കും. അപ്പൊ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ച് ലോങ് ഡ്രൈവ് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ചാർജ് തീരാൻ നേരം നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നമില്ലേ, അതിനൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ നേരത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർ ചാർജറുകളാണ്. അപ്പോൾ കാർ ചാർജറിൽ തന്നെ ഫാസ്റ്റ് ചാർജർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരികയാണ്. ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അഗാരോയുടെ പൾസ് കാർ ചാർജർ. ഇതിനകത്ത് അറ്റ് എ ടൈം 2 ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതും 51 വാട്ട്സിൻ്റെ ചാർജറാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചാർജ് കയറുകയും ചെയ്യും. 2 സ്ലോട്ട് ഉണ്ട്. ഒന്ന് USB സ്ലോട്ടും ഒന്ന് C2C ആണ് വരുന്നത്. USB സ്ലോട്ട് എന്ന് പറയുന്നത് 18 വാട്ട്സിൻ്റെയും C2C വരുന്നത് 30 വാട്ട്സിൻ്റെയാണ്. അതായത് 18ഉം 30ഉം ആയിട്ട് 2 ഔട്ട്പുട്ടാണ് ഇതിന് വരുന്നത്. ഷോർട്ട് സർക്യൂട്ട്, ഓവർ ഹീറ്റിംഗ്, ഓവർ വോൾട്ടേജ് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ പ്രൊഡക്റ്റിനില്ല. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ചാർജർ വെച്ചിട്ട് സ്മാർട്ട് ഫോൺ മാത്രമല്ല സ്മാർട്ട് വാച്ച്, ടാബ്ലറ്റ്, പവർ ബാങ്ക് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ചെറിയ കുഞ്ഞൻ പ്രൊഡക്റ്റ് ആണെങ്കിലും 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ബെസ്റ്റ് ഓഫർ പ്രൈസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കയറി നോക്കുക, വാങ്ങിക്കുക, ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ഒരു ഡസ്റ്റർ ആണ്, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവല്. 2019 മോഡൽ 20 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഡീസൽ വണ്ടി. വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററി ഉള്ള വണ്ടി. ഒരു NRI യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ്. ജെന്യൂൻ വണ്ടി. നമുക്ക് 8 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. 8 ലക്ഷം. 25,000 രൂപ ഓടിയ വണ്ടി 8 ലക്ഷം രൂപയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഡീസൽ മാനുവൽ. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ടോപ്പ് എൻഡ് വണ്ടി. RXZ ആണ് ടോപ്പ് എൻഡ്. ഇത് RXZ എന്ന് പറഞ്ഞ് ഒരു വന്നാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്. പ്രൊജക്ടർ ലാമ്പ് എല്ലാ കാര്യങ്ങളായിട്ട് വരുന്ന വണ്ടി തന്നെയാണ്. ജെന്യൂൻ വണ്ടി, ഡോക്ടർ യൂസ്ഡ് വണ്ടി. നമ്മളത് പറയാറില്ല, എന്നാലും അതൊരു വിഷയമാക്കണ്ട നിങ്ങൾ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ 8 ലക്ഷം അല്ലേ? 8 ലക്ഷം രൂപ. എത്ര ഫിനാൻസ് വരുന്നത്? നമുക്ക് 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ അടുപ്പിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ടയോട്ട, മാരുതി ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികൾക്കും നമുക്ക് അത്യാവശ്യം ഫുൾ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ടയോട്ട, മാരുതിക്ക് മാത്രമാണ് നമുക്ക് ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ്, 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. അടുത്തൊരു റിനോൾട്ടിന്റെ കിഡ് ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് സെഗ്മെന്റിൽ വരുന്നതാണ്. 2020 മോഡല്, 30,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓൺഷിപ്പിലേക്കുന്ന കമ്പനി സർവീസ് ഉള്ള വണ്ടി. ന്യൂ ഷേപ്പ് വണ്ടി. ഇത് നമുക്ക് വരുന്നത് ഫൈനല് നമുക്ക് 3.25 രൂപ കൊടുക്കാൻ പറ്റും. 3,70,000. ഫിനാൻസ് എത്ര വരും? ഫിനാൻസ് വരുന്നത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണിൽ ഇതേ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ലേഡീസ് യൂസിനൊക്കെ പറ്റിയ ഒരു വാഹനമാണല്ലേ? അടിപൊളി. അപ്പൊ അടുത്തതൊരു ഇന്നോവയാണ്. ഇന്നോവ വരുന്നത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2015 ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഇന്നോവ. വി ആണ്. സ്റ്റിക്കർ വർക്കും മറ്റേ ഡയമണ്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് വരുന്നത് ഫൈനല് 8.5 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. 8,50,000. ഓക്കെ. ഇത് 2015 മോഡൽ. കിലോമീറ്റർ 1.80. ഏകദേശം ജെന്യൂൻ ആണ്. കാര്യം നമ്മളായിട്ട് 2 വർഷമായിട്ട് എന്റെ ഫ്രണ്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ്. അപ്പൊ അവിടെ അത്ര ഹിസ്റ്ററി നോക്കി തന്നെ എടുത്ത വണ്ടിയാണ്. അതുകൊണ്ട് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റീ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഗ്ലാസുകൾ മാറിയിട്ടുണ്ടാവും. ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും റീ രജിസ്ട്രേഷൻ വണ്ടികൾക്ക് സ്വാഭാവികമായിട്ട് വരാറുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പൊ വില എത്ര പറഞ്ഞേ? നമുക്ക് 8 രൂപ ഫൈനൽ കൊടുക്കാം. ഫിനാൻസ് കയറൂലേ? ഫിനാൻസും കയറും. നമുക്ക് 8 ലക്ഷം രൂപ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. 8 ലക്ഷം വരെ കയറും. അടുത്ത റീവണ്ടി തന്നെയല്ലേ? ഇത് റീവണ്ടി തന്നെയാണ്. ഇതും 2 വർഷം മുമ്പ് നമ്പർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് തന്നെ എടുത്ത വണ്ടിയാണത്. അപ്പോ ഏകദേശം ഇത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 13 ലക്ഷം രൂപ. 2014 ഓട്ടോമാറ്റിക്, ടൂ വീൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് വരുന്നത് 1.68. 1,68,000 കിലോമീറ്റർ. ഇത് വരുന്നത് 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപയാണ് ഈ വണ്ടിക്ക് ഇട്ടിരിക്കുന്ന വില. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ. ഇതിന് ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു 10-11 രൂപ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി നിസാന്റെ മൈക്ര ആണ്. നിസാൻ മൈക്ര. ഇത് നമുക്ക് 2.40 കൊടുക്കാം. 2014 സെക്കൻഡ് ഓണർ, 52,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി. 52,000 ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇന്നത്തെ വീഡിയോയിൽ കുറെ കിലോമീറ്റർ വണ്ടി ഉണ്ട്. അപ്പൊ എത്ര വില പറയുന്നത്? ഇത് 2.40 ഫുൾ ഓണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണല്ലേ? ഓക്കെ. ഫുൾ ഇഷ്ടമുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ കൊടുത്താണ് ഫസ്റ്റ് ഓണർ. സെക്കൻഡ് ഓണർ പുള്ളി ഇപ്പൊ UK പോയതുകൊണ്ട് തിരിച്ച് തന്നെ നമുക്ക് തന്നിട്ട് പോയതാണ്. അടുത്ത ക്രിസ്റ്റ. ഇത് വരുന്നത് നമുക്ക് 2021 മോഡല് G4 ഓട്ടോമാറ്റിക് ആണ് നിൽക്കുന്നത്. 68,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. കമ്പനി സർവീസ് വണ്ടി. ഇത് നമ്മള് ഇൻട്രോയിൽ 21.5 ആണല്ലേ? 21.5 ലക്ഷം രൂപ. ചെറുതായിട്ട് തെറ്റിപ്പോയതാണ്. 21.5 ആണ് നമ്മൾ ഇതിന് പറയുന്ന വില കേട്ടോ. കമ്പനി ഫുള്ള് അല്ലെ? വണ്ടി ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ ആണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്. ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ അത് വെച്ചിട്ട് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. അടുത്ത സ്വിഫ്റ്റ് വരുന്നത് 2014 മോഡല് VXi ആണ്. 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പിൽ നിൽക്കുന്ന കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇത് നമുക്ക് ഫൈനലിൽ 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3,75,000. ഇത് നമുക്ക് ഒരു 3 രൂപ ലോൺ ഇട്ട് കൊടുക്കാം. ഒരു 75 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോ ഫിനാൻസിന് നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് കാണിക്കുക? പാൻ കാർഡ്, ആധാർ കാർഡ്, ലാൻഡ് ടാക്സ് കോപ്പി, സാലറി സ്ലിപ്പ്, ചെക്ക് ലീഫ്, ഫോട്ടോ, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പൊ എത്ര ദിവസത്തെ പ്രൊസീജിയർ ഉണ്ട്? നമുക്കൊരു 3 ഡേയ്സിനുള്ളിൽ കൺഫർമേഷൻ പറയാൻ പറ്റും. അതായത് ഫസ്റ്റ് ഡേ സിവിലേക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. ഒരു 3 ഡേയ്സിനുള്ളിൽ നമുക്ക് എത്ര എമൗണ്ട് അപ്രൂവൽ ആവും എന്നുള്ളത് പറയാൻ പറ്റും. മാക്സിമം 5 ഡേയ്സിനുള്ളിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 3 ഡേയ്സിലും 2 ഡേയ്സിലും വണ്ടി ഇറക്കി കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. പിന്നെ വെരിഫിക്കേഷൻ നെഗറ്റീവ് ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ താമസിക്കുന്നുണ്ടാവില്ല അഡ്രസ്സിൽ, അങ്ങനെയൊക്കെ വെരിഫിക്കേഷൻ ഇഷ്യൂസ് വരുമ്പോഴാണ് നമുക്ക് ഡിലേ വന്നത്. എല്ലാം പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ദിവസം കൊണ്ട് വണ്ടി ഇറക്കി വിടാം. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അടുത്തതൊരു ഓൾട്ടിസ്.
ഓൾട്ടിസ് പെട്രോൾ ഓട്ടോമാറ്റിക് 2013 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി 88,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ഏകദേശം 4.25 രൂപ വണ്ടി ഇറക്കി വിടാം. 4,75,000 രൂപയ്ക്ക് പെട്രോൾ ഓട്ടോമാറ്റിക്. പഴയ ഒരു ക്ലാസിക് വണ്ടിയാണ്. തീർച്ചയായും 18 ലക്ഷം രൂപ ബിൽ വാല്യൂ ഉണ്ടായിരുന്ന വണ്ടിയാണ് 2013. ഇത് കാര്യം ഫസ്റ്റ് ഓണറിനെ ഞാൻ തന്നെയാണ് സെക്കൻഡ് ഓണർക്ക് എടുത്തോളത്, ഇൻക്ലൂഡിംഗ് ബില്ല് അടക്കം എന്റെ ഇരിപ്പുണ്ട് ഈ വണ്ടി. സർവീസ് ബുക്ക് ഫുൾ പക്ക കണ്ടീഷൻ, റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. അടുത്ത 500 പറയുമ്പോ നമുക്ക് 2015 മോഡല് W8 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 15 ഫുൾ ഓപ്ഷൻ ആണ്. 1 ലക്ഷം കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ഇത് നമുക്ക് ഫൈനലി 6.25 രൂപ വണ്ടി കൊടുക്കാൻ പറ്റും. വണ്ടി കണ്ടീഷൻ ഉണ്ട്. വണ്ടി ആവറേജ് ക്വാളിറ്റി, അത്ര ഹൈ ക്വാളിറ്റി ഞാൻ പറയില്ല. ഒന്ന് ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും ചെയ്യണം. സെക്കൻഡ് ഓണർക്ക് ഞാൻ എടുത്തു കൊടുത്തത് തന്നെയാണ് വണ്ടി. അപ്പൊ ഇപ്പൊ പുള്ളി UK ആണ്, അപ്പൊ അതുകൊണ്ട് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ്. അപ്പൊ അതുകൊണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. മേജർ ഇഷ്യൂസ് അല്ല. അതൊന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചെയ്ത് കൊടുക്കണേ ചെയ്തും കൊടുക്കാം, നോ പ്രോബ്ലം. അപ്പൊ എത്ര പറഞ്ഞ 6.25 6.25 പറയുന്നത്. എത്ര ഡൗൺ അടക്കേണ്ടി വരും? ഇത് നമുക്കൊരു 25 രൂപ ഡൗൺ പേയ്മെന്റ് 6 രൂപ ലോൺ ഇട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അടുത്തത് 13 മോഡൽ 14 രജിസ്ട്രേഷനിലേക്ക് വന്ന 90,000 കിലോമീറ്റർ ഓടിയേക്കണ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഡീസലാണോ? ഡീസൽ മാനുവൽ 1 ടൺ ആണ്. കമ്പനി സർവീസിലുള്ള വണ്ടി. ഡസ്റ്റർ 85 ഇത് 1 ടൺ ആണ്. ഇത് നമുക്ക് വരുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ്. കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് ഏകദേശം ഫുൾ ലോണിൽ തന്നെ പോകുന്ന വണ്ടിയാണ്. 4 ലക്ഷം രൂപ ലോൺ കിട്ടുന്നതാണ്. പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ കയറുന്ന കുറച്ച് വണ്ടികളുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇതും ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണ്. അടുത്ത വാഗണർ വരുമ്പോൾ 2018 ഓട്ടോമാറ്റിക് ആണ്. 90,000 കിലോമീറ്റർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 4 റയർ ആണ്. ഓട്ടോമാറ്റിക് വണ്ടി മാരുതിയുടെ വണ്ടി അന്വേഷിക്കുന്ന അത്യാവശ്യം കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അവർ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ പുതിയ വണ്ടി എക്സ്ചേഞ്ച് കയറി വന്നേക്കുന്നതാണ്. ഈ GST ഇതിൽ റേറ്റ് കുറഞ്ഞപ്പോൾ എല്ലാവരും പുതിയ വണ്ടിയിലോട്ട് പോയപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് വന്നേക്കുന്ന വണ്ടിയാണ്. ഇത് എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? ഇത് നമുക്ക് 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 390 കൊടുക്കാം. 390. ഇതൊക്കെ ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് ആണ് നമ്മൾ പറയണത്. ഇപ്പൊ വീഡിയോ റേറ്റ് താഴ്ത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എല്ലാവരും ഈ കമന്റ് ഇടും റേറ്റ് കൂടുതലാണ്. ഇതാണ് കാര്യം. ബാക്കി വണ്ടിയുടെ ക്വാളിറ്റി ആരും കാണുന്നില്ല. വണ്ടി വന്ന് നോക്കിയിട്ട് വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു, നോ പ്രോബ്ലം. വീഡിയോ കൂടി പറയുന്ന പോലെയല്ല. നിങ്ങൾ എപ്പോഴും വണ്ടി വന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വണ്ടി വന്ന് കാണാൻ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറായിട്ട് കൂടുതലും പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളാണ്. കസ്റ്റമറായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതിൽ കുഴപ്പമൊന്നുമില്ല. അടുത്ത ഒരു ഇയോൺ വരുമ്പോൾ 2013 വണ്ടി. ഇയോൺ RA പ്ലസ് ആണ്. 48 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 48 ഓടിയിട്ടുള്ളൂ. ഇതെന്താവുമ്പോ നമുക്ക് ഫൈനല് 1.5 രൂപ കൊണ്ട് കൊടുക്കാൻ പറ്റും. 1,50,000 അല്ലേ? 1.5. ഡിലൈറ്റ് പ്ലസ് ആണ് വരുന്നത്. ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. 2013 മോഡലാണ്. ഫിനാൻസ് നമുക്ക് ഒരു 1.40 നമുക്ക് കിട്ടും. 2013 നമുക്ക് ഏകദേശം 2 to 3 വർഷത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല വണ്ടിയല്ലേ? വണ്ടി നല്ല വണ്ടിയാണ്. 49,000 കിലോമീറ്റർ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അടുത്തൊരു ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിംഗ് സെഗ്മെന്റിലുള്ള നാനോ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി ഇട്ടിരിക്കുന്നത്. നമ്മുടെ 75,000 രൂപയുടെ വണ്ടിയുടെ കാര്യം മറക്കണ്ട. അത് നമ്മൾ അടുത്ത ഇത് 2015 മോഡല്. 2015 മോഡല് നാനോ XTA. അന്ന് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 68,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 68 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് വെച്ച് ബാക്കി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്. അപ്പൊ 1.5 1,50,000 രൂപയാണ് ഇതിട്ടിരിക്കുന്ന വില കേട്ടോ. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് 75,000 നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ കിടക്കുന്ന വണ്ടി. പറഞ്ഞോളൂ. ഇത് വരുന്നത് 2007 മോഡല് 8 രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പ് 4th ആണ്. അപ്പൊ നെഗറ്റീവ്സ് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാം. പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. കിലോമീറ്റർ ഏകദേശം 1 താഴെ കിടക്കുന്നത്. നമുക്ക് ഇത്ര മോഡൽ പറഞ്ഞ വണ്ടിയാണ്. നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ഓണർഷിപ്പും കാര്യങ്ങളും ഓടിച്ചു പഠിക്കാനുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. 75,000 രൂപ നമ്മൾ വണ്ടി ഇട്ടേക്കുന്നത്. 75,000 രൂപയാണ് ഈ വണ്ടി ഇട്ടിരിക്കുന്നത്. 2028 വരെയും പേപ്പർ ഉള്ള വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞ് കിടക്കുന്ന കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയാണ്. അതും പുഷ് ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. പുഷ് ബട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പുഷ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്റ്റീരിയോ മറ്റേ ഡിസ്പ്ലേ സ്റ്റീരിയോ കയറിയിട്ടുണ്ട്. വണ്ടി സാധാരണ പുഷ് ബട്ടൺ കയറുന്ന വണ്ടികളിൽ മറ്റേ നോർമൽ കീല് വണ്ടി വർക്ക് ചെയ്യില്ല. പക്ഷെ ഇത് നോർമൽ കീലും വണ്ടി വർക്ക് ചെയ്യും. 2 രീതിയിലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 75,000 രൂപ മുതൽ നമ്മുടെ ഷോറൂമിൽ വണ്ടി ഇപ്പോൾ കിടപ്പുണ്ട്.
ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഫ്യൂലും പറഞ്ഞിട്ടുണ്ട്, ഫുൾ ടാങ്ക് ഫ്യൂലും നമുക്ക് കൊടുക്കുന്നതാണ്. ഫുൾ ടാങ്ക് ഫ്യൂൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ. വണ്ടികൾക്കെല്ലാം 1 വരെ, ജനുവരി 1 വരെയാണ് നമ്മൾ ഇത് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഓൾ കേരള നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്, ഡെലിവറിയും അവൈലബിൾ ആണ്. ഓൾ കേരള നമുക്ക് ഡെലിവറി കൊടുക്കാം. കണ്ട് ഇഷ്ടപ്പെടുക, നിങ്ങളുടെ പൂർണ്ണ തൃപ്തി വരിക, നിങ്ങൾ ഫിനാൻസും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്ത് സെറ്റപ്പ് ആയി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അല്ലേ വണ്ടി? തീർച്ചയായും. വണ്ടി നമ്മൾ എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. പറഞ്ഞ പോലെ വെള്ളം കയറിയ വണ്ടിയോ മേജറായിട്ട് ഇടിച്ച വണ്ടികളോ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യില്ല. ക്വാളിറ്റി ഉള്ള വണ്ടികളായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ വീഡിയോ കണ്ട് നിങ്ങൾ വിളിക്കുന്നവര് ഇപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ നമ്പറിലോട്ട് ജസ്റ്റ് ഒരു സെൻഡ് ചെയ്തിട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇതാണ് കാര്യം. അല്ലെങ്കിൽ പിന്നീട് വിളിക്കുമ്പോൾ ഇല്ല നിങ്ങൾ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പറഞ്ഞിട്ടുണ്ടായി, കാര്യം ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന വണ്ടികൾക്ക് എന്തായാലും ചെയ്തു കൊടുത്തിരിക്കും. 100% ഗ്യാരണ്ടി. അപ്പോൾ പുറത്തുനിന്നൊക്കെ വിളിക്കുന്നവർ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും ഇതുപോലെ വാട്സപ്പ് നമ്പറിൽ ആയി വിട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക. നമ്മൾ റിപ്ലൈ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. മിക്ക ഓക്കെ, അടിപൊളി. താങ്ക് യു സോ മച്ച്. അവിടെ വണ്ടികളുണ്ടല്ലോ? അവിടെ വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികൾക്കും ഇതൊക്കെ ബാധകമുണ്ട് നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ? ഓക്കെ, തീർച്ചയായും എല്ലായിടത്തും കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ കൊടുത്തേക്കാം. ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ്.